കൊറോണ വന്ന സമയത്ത് പാത്രം അടിക്കുന്നു, ഈ പറഞ്ഞ പോലെ നോട്ട് നിരോധനം, ഇതൊക്കെ ഈ ഒരു പാർട്ടിയുടെ എന്ന് വെച്ചാൽ കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ അംഗീകരിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ? ചേട്ടാ, അതിന്റെ റീസണും അവർ തന്നെ പറഞ്ഞില്ലേ ആക്ച്വലി? അതായത് എന്തിനാണ് അങ്ങനെ പാത്രം വെട്ടി ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെന്തായിരുന്നു ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പറഞ്ഞ ലൈറ്റ്സ് ഓൺ, അതൊക്കെ ഒരു ഇപ്പം നമ്മൾ എല്ലാവരും കുറെ ജനങ്ങളെ കൂട്ടി നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടി നിർത്തിയിട്ട് മറ്റേ ദീപം തെളിയിക്കാൻ അല്ല. അപ്പൊ നമ്മൾ വീടിനുള്ളിൽ ഇരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ സമയത്ത്. അല്ലാതെ അതിന്റെ ട്രോൾ നമ്മുടെ മണ്ടത്തരം എത്ര മനോഹരമായിട്ടാണ് വിവേചിച്ചിരുന്നൊക്കെ. അലിൻ ജോസ് പെരേര ഇതിനെക്കാട്ടി വ്യക്തമായിട്ട് ഉത്തരം തരുമല്ലോ. ഓക്കെ, നമ്മളെ നരേന്ദ്രമോദി സാറ് പറയാണ്, ഹൈന്ദവരായവരൊക്കെ ദീപം തെളിയിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കല്ലേ? ഇപ്പോൾ ഒരു മതപണ്ഡിതൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് അവർക്ക് നമുക്ക് അംഗീകരിക്കാം. ഇത് ഇത്രയും വലിയൊരു മണ്ടത്തറി എല്ലാവരും പ്ലേറ്റ് കൊട്ടെന്താ റൂമിനുള്ളിലുള്ള കൊറോണ പോയിട്ട് പുറത്ത് പോയിരിക്കോ? എന്നിട്ട് ഇതാണ് പറഞ്ഞത്, BJPയിലേക്ക് ആര് കാലെടുത്ത് കുത്തിയോ പിന്നെ വരുന്നത് പക്ക മണ്ടത്തരായിരിക്കും. പക്ക ഒരു തരത്തിലും കുറച്ച് വേണ്ട അരിഭക്ഷണം ഇവലതിന് അരിഭക്ഷണം അല്ലല്ലേ തിന്നണത്. എന്നാ പോട്ടെ, അത് തിന്ന ആൾക്ക് വരെ മനസ്സിലാവും ഇവർ പറയുന്നത് ഫുള്ള് മണ്ടത്തരാണെന്ന്. എങ്ങനെയാണ് ഇങ്ങനെ മണ്ടത്തരം പറയാൻ കഴിയുന്നത്? ഒന്നല്ലെങ്കിൽ നിങ്ങൾ സ്വയം ബുദ്ധിക്കുന്നൊന്ന് ചിന്തിച്ചു. ഒന്നല്ലെങ്കിൽ കേരളത്തിലല്ലേ ജീവിക്കുന്നത്, നോർത്തിലൊന്നും ഇല്ലല്ലോ. കേരളത്തിലുള്ള നിങ്ങൾക്ക് ഇത് നിങ്ങളെ പാർട്ടിക്കാർ പറഞ്ഞു തരുമ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? സാറേ, ഇങ്ങനത്തെ സംഗതി ഒന്നും അവിടെ കേരളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഉള്ള കുറച്ച് അന്തും കുന്തെങ്കിലും ഉണ്ടെന്നൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ സത്യം പറയുകയാണെങ്കിൽ BJPൻ്റെ ഒരു സ്ഥാനാർത്ഥിനെ കൊണ്ട് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ട് ഇവളെ കൊണ്ടുള്ളൂ. തൊള്ള തുറന്നാ മണ്ടത്തിൽ ആ പാർട്ടിക്കാർ വരെ ചിരിച്ചു നടത്തിക്കണം. ഇവരൊന്നും ജയിപ്പിച്ചു കൊണ്ടോ.